ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാത്രം 97,074 ഭക്തർ ശബരിമലയിലെത്തി. ഇന്നും തിരക്ക് തുടരുകയാണ്. രാവിലെ 8 വരെ 33,334 ഭക്തർ മല ചവിട്ടി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. 4.5 ലക്ഷം ആളുകളുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇതുമാത്രമല്ല, മണ്ഡലപൂജയോടനുബന്ധിച്ച് പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്ന് സന്നിധാനം SO പി ബാലകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ശബരിമലയിൽ വലിയ തിരക്ക് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ 18-ാം പടിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലായിടത്തും. അതായത് ഇന്നലെ ഏതാണ്ട് 97,000 ഭക്തജനങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും സമാനമായ രീതിയിലുള്ള തിരക്കുകളുടെ കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശബരിമല ഈ മണ്ഡല പൂജ ഏതാണ്ട് അടുത്തു വരികയാണ്. ഇനിയുള്ള ക്രിസ്മസ് അവധി സമയങ്ങളൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി സന്നിധാനം SO പി ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഒരു തിരക്കിലേക്ക് വീണ്ടും മാറുകയാണല്ലോ. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. അതെ, കഴിഞ്ഞ ശനിയും ഞായറും തിരക്ക് വളരെ കുറവായിരുന്നു. ഇന്നലെ മുതൽ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ധനു ഒന്നായതുകൊണ്ട് അതിന്റെ തിരക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് സുഖമായ ദർശനത്തിന് വേണ്ടിയിട്ട് പോലീസ് സൗകര്യം ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു മണിക്കൂറിൽ കൂടുതൽ ഭക്തർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എവിടെയും വല്ലാതെ തിങ്ങിക്കൂടുന്ന സാഹചര്യം, അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്തായാലും ഫ്ലോ കറക്റ്റാണ്. അതെ, ഫ്ലോ കറക്റ്റായിട്ട് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിലും പോലീസ് കൃത്യമായ രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊരു തങ്ങിനിൽപ്പ് എവിടെയില്ല. ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ തന്നെ ആ ക്യൂ ഒക്കെ നിയന്ത്രണ വിധേയമാക്കി ഭക്തർക്ക് സുഖമായ ദർശനം ഏർപ്പാടാക്കി കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ക്രിസ്മസ് അവധിയാണല്ലോ സാറേ, പിന്നെ മണ്ഡലപൂജ വരുന്നത്. അപ്പം കുറച്ചുകൂടി ഒരു ക്രമീകരണം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്താണ്? അതെ, നാളെ മുതൽ പുതിയ പോലീസ് സംഘം, ഇനി 28 വരെ പുതിയ പോലീസ് സംഘമാണ് ചുമതലയേൽക്കുന്നത്. നാളെ രാവിലെ പുതിയ സംഘം എത്തും. അതുമായി ബന്ധപ്പെട്ടിട്ട് നാളെ ബ്രീഫൊക്കെ ഉണ്ട്. പുതിയ സംഘത്തിനും ഇതേ രീതിയിൽ ഏറ്റവും സുഖമായ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സജ്ജീകരണമൊക്കെ റെഡിയാണ്. ഏകദേശം 1,600ഓളം പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രീഫിംഗ് ഒക്കെ നാളെ ഉണ്ടാവും. എന്തായാലും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കുറച്ചുകൂടി തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ ആയിരുന്നു 1,10,000 ഭക്തർ എത്തിയത്. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക്. ഈ സീസണിൽ തന്നെയാണ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഇതുവരെയുള്ള തിരക്കിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത്. ഏതാണ്ട് 4 ലക്ഷം ഭക്തർ അധികമായി ശബരിമല സന്നിധാനത്തെത്തി എന്നുള്ളതാണ് കണക്ക്. എന്തായാലും ഇത്തവണയും അതേ ഈ ഒരു തിരക്കുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരുപാട് മണിക്കൂറുകളുടെ ക്യൂ ഒന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ഒരാഴ്ചക്കാലം പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പോലീസും ദേവസ്വം ബോർഡും.